വെൽക്കം ടു മൈ ചാനൽ OIT ലേണിംഗ് മാസ്റ്റേഴ്സ്. ഇന്നലെ നമ്മൾ റീഡിങ് ബി പാർട്ടിൻ്റെ കുറച്ച് മെറ്റീരിയൽ ചെയ്തായിരുന്നു. ഇന്ന് വീണ്ടും നമ്മൾ ബി പാർട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. കാരണം കുറേ പേർക്ക് ബി പാർട്ടും സി പാർട്ടുമാണ് റീഡിങ്ങിന് ഭയങ്കര ടഫായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലൊരു ഉപകാരമാകണമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ വീണ്ടും ഇത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽ നോക്കിക്കേ. ദ മാനുവൽ ഇൻഫോമേഴ്സ് ദാറ്റ് ദ ബ്ലഡ് പ്രഷർ മോണിറ്റർ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. അതിനു മുൻപേ നമ്മളിത് ക്വസ്റ്റ്യൻ എന്താണെന്ന് മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ദ മാനുവൽ ഇൻഫോം അസ് ദാറ്റ് നമ്മളോട് ബ്ലഡ് പ്രഷർ മോണിറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാക്റ്റ് എന്താണ് നമ്മൾ പോയി നോക്കുക. എന്താണ് ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഓട്ടോമാറ്റിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ ആണ്. അതിനകത്ത് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് കോമ്പാറ്റബിലിറ്റി. അപ്പം നമ്മളത് മൈൻഡിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാക്റ്റ് വായിക്കുക. മാനുവൽ ഇൻഫോമേഴ്സ് ദാറ്റ് ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ലൈക്ലി ടു ഇൻ്റർഫിയർ വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് അതർ മെഡിക്കൽ എക്യുപ്മെൻറ്റ്. എന്താണത്? ഈ ബ്ലഡ് പ്രഷർ മോണിറ്റർ സാധ്യതയുണ്ട്, ലൈക്ലി ടു ഇൻ്റർഫിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് അതർ മെഡിക്കൽ എക്യുപ്മെൻറ്റ്. മറ്റുള്ള ഏതെങ്കിലും മെഡിക്കൽ എക്യുപ്മെൻറ്റുമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇൻ്റർഫിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ബ്ലഡ് പ്രഷർ മോണിറ്റർ മെ നോട്ട് വർക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു സം അതർ ഡിവൈസ്. മറ്റുള്ള ഡിവൈസിന് ക്ലോസ് പ്രോക്സിമിറ്റി അത്രയും അടുത്ത് വെച്ചാൽ എന്ത് ചെയ്യില്ല, ഇത് വർക്ക് ചെയ്യില്ല. അടുത്ത എന്താണ് മാനുവൽ നമ്മളോട് പറയുന്നത്? ബ്ലഡ് പ്രഷർ മോണിറ്റർ ഷുഡ് ബി കൺസിഡേർഡ് സേഫ് ടു യൂസ് ഇൻ ഓൾ ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ്. എല്ലാ ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിലും ഇതെന്താണ് സേഫ് യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഷുഡ് ബി കൺസിഡേർഡ് സേഫ് ടു യൂസ്, കറക്റ്റ്, സേഫ് യൂസ് ഓൾ ഹോസ്പിറ്റലിൽ വേണം. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ അവിടെ പറയുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ എക്സ്ട്രാക്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചേക്കുന്നത് മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് വേണം, നമ്മൾ എക്സ്ട്രാക്റ്റ് വായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ മോണിറ്ററിനെ കുറിച്ച് എന്താണ് മാനുവൽ നമ്മളോട് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ എക്സ്ട്രാക്റ്റിൽ എവിടെയാണ് ആൻസർ കൊണ്ട് കൊടുത്തേക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എക്സ്ട്രാക്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് വായിക്കാനുള്ള ടൈമൊന്നും നമുക്ക് OIT എക്സാമിനില്ല. അപ്പം നമ്മൾ വായിക്കുന്നത് നമ്മൾ നമ്മുടേതായ അർത്ഥം മനസ്സിലാക്കി ആ ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കി വായിച്ചാൽ മാത്രം മതി, നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ടു റീഡ് ദ എക്സ്ട്രാക്റ്റ്. അപ്പോൾ നോക്കിക്കേ. With the increased use of portable electronic devices, medical equipment may be susceptible to electromagnetic interference. അപ്പോൾ എന്താണ്? With the increased use of portable electronic devices increased use, medical equipment ചിലപ്പോൾ may be susceptible to electromagnetic interference കാരണമാകും. This may result in incorrect operation. എന്താണ് ആ ഇൻ്റർഫറൻസ്? എന്താണ്? ഇൻകറക്റ്റ് ഓപ്പറേഷൻ ഓഫ് ദ മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ക്രിയേറ്റ് എ പൊട്ടൻഷ്യലി അൺസേഫ് സിറ്റുവേഷൻ. അപ്പോൾ എന്താണ്? അതിനൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷന് കാരണമാകുന്നു. അതെന്താണ്? ആൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യലി അൺസേഫ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. In order to regulate the requirement for EMC, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് കോമ്പാറ്റബിലിറ്റി ആണ് നമ്മുടെ ടോപ്പിക്ക് എക്സ്ട്രാക്റ്റ് തന്നേക്കുന്നത്. In order to regulate the requirement for വേണ്ടി ഇലക്ട്രോ മാഗ്നറ്റിക് കോമ്പാറ്റബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി, റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, വിത്ത് ദ എയിം ഓഫ് പ്രിവെൻറ്റിങ് അൺസേഫ് പ്രോഡക്റ്റ് സിറ്റുവേഷൻ. എന്താണ് വിത്ത് എയിം? എന്താണ്? പ്രിവെൻറ്റിങ് അൺസേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സിറ്റുവേഷൻ ഒഴിവാക്കുക. unsafe product situation. The EN 60601212 സ്റ്റാൻഡേർഡ് ഡിഫൈൻസ് എന്താണ്? അത് ഡിഫൈൻ ചെയ്യുന്നത് ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിലേക്കുള്ള ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് അതുപോലെ തന്നെ മാക്സിമം ലെവൽ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എമിഷൻസ് ഫോർ മെഡിക്കൽ ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ലെവൽ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എമിഷൻസും ഇതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദിസ് മെഡിക്കൽ ഡിവൈസസ് കൺഫേം ടു എന്താണ്? എന്തിലേക്കാണ് ഈ മെഡിക്കൽ ഡിവൈസ് കൺഫേം ടു? EN 606012122014 ബോത്ത് ഇമ്മ്യൂണിറ്റി ആൻഡ് എമിഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എന്താണ് ഉപയോഗിക്കുന്നത്. നെവർത്തിലെസ് എങ്കിലും കണ്ടോ, നമ്മുടെ ഒരു കോൺട്രാസ്റ്റ് വേർഡ് വന്ന് കിടക്കുന്നിടത്ത് നമ്മുടെ ആൻസർ മേ ബി വരാം. അപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ വായിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, വീണ്ടും ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് വായിക്കാം.
നെവർത്തിലെസ് എങ്കിലും കെയർ ഷുഡ് ബി ടേക്കൺ, ഉറപ്പായിട്ടും എന്താണ് കെയർ ഷുഡ് ബി ടേക്കൺ എന്ത് ടു അവോയ്ഡ് ദ യൂസ് ഓഫ് ദ മോണിറ്റർ എങ്ങനെ വിത്തിൻ 7 meters ഓഫ് സെൽഫോൺ. അപ്പോൾ ഇത്ര റേഞ്ചിൻ്റെ ഇടയിൽ 7 meters ഓഫ് സെൽഫോൺ ഓർ എങ്ങനെ അല്ലെങ്കിൽ അതർ ഡിവൈസസ് ജനറേറ്റിംഗ് സ്ട്രോങ് ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡോ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഡിവൈസിൽ നിന്നും അല്ലെങ്കിൽ സെൽഫോണിൽ നിന്നൊക്കെ എന്താണ് 7 meter വിത്തിൻ 7 meter ആയിരിക്കണം എന്താണ് ഇത് ഈ വെക്കേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അതാണ് അവിടെ പറയുന്നത്. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഓപ്ഷനിലേക്ക് വരിക. മാനുവൽ നമ്മളോട് എന്താണ് ഇൻഫോം ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ മോണിറ്ററിനെ കുറിച്ച്? ഈസ് ലൈക്ക്ലി ടു ഇൻ്റർഫിയർ വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് അതർ മെഡിക്കൽ എക്യുപ്മെൻറ്റ്. ഇത് ലൈക്ക്ലി സാധ്യതയാകുന്നു, കാരണമാകുന്നു, സാധ്യതയുണ്ട് ഇൻ്റർഫിയർ, അങ്ങനെയല്ലല്ലോ പറഞ്ഞേക്കുന്നത്. സാധ്യതയുണ്ടെന്നല്ല, കെയർ ഷുഡ് ബി ടേക്കൺ ആണ് പറഞ്ഞേക്കുന്നത്, ഉറപ്പാണ് അല്ലേ? അപ്പം മെ നോട്ട് വർക്ക് കറക്റ്റ്ലി ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി സം അതർ ഡിവൈസസ്, അതല്ലേ ആൻസറായിട്ട് വരുന്നത്. നെവർത്തിലെസ് ചെയ്തിട്ട് എന്താണ് കെയർ ഉറപ്പായിട്ട് എടുക്കണം എന്തിന് ടു അവോയ്ഡ് ദ യൂസ് ഓഫ് മോണിറ്റർ വിത്തിൻ 7 meters സെൽഫോൺ. അങ്ങനെ എത്ര ഡിസ്റ്റൻസിൽ വേണോ അതിൻ്റെ കെയർ നിങ്ങൾ ഉറപ്പായിട്ട് എടുത്തോണം. അതാണ് പറയുന്നത് എന്താണ് ബ്ലഡ് പ്രഷർ മോണിറ്റർ മെ നോട്ട് വർക്ക് കറക്റ്റ്ലി, ഒരിക്കലും കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എങ്ങനെ ക്ലോസ് പ്രോക്സിമിറ്റി, മറ്റുള്ള ഡിവൈസിന് ക്ലോസ് ആയിട്ട് വരുവാണ്. മനസ്സിലായി? അപ്പോൾ ആൻസർ വന്നത് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ഷുഡ് ബി കൺസിഡർഡ് സേഫ്റ്റി യൂസ് ഇൻ ഓൾ ഹോസ്പിറ്റലുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചതിനകത്ത് ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഷുഡ് ബി കൺസിഡേർഡ് സേഫ്റ്റി യൂസ് ഇൻ ഓൾ ഹോസ്പിറ്റൽ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റൽ ഇംപ്ലിമെൻ്റ് കാര്യമൊന്നും നമ്മളവിടെ വായിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇങ്ങനെ ബി പാർട്ട് അതിൻ്റെ ലോജിക്ക് അനുസരിച്ച് ശ്രദ്ധിച്ച് വായിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിലേക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്ക്. ദ നോട്ടീസ് ഈസ് ഗിവിങ് ഇൻഫർമേഷൻ എബൌട്ട്. അപ്പോൾ ഈ നോട്ടീസ് ഒരു ഇൻഫോർമേഷൻ തരുന്നു. എബൌട്ട് എന്തിനെക്കുറിച്ച്? എബൌട്ട് എന്താണ്? NG ഫീഡിങ് ട്യൂബ്സ്. നമ്മുടെ എക്സ്ട്രാക്ട് എന്താണ്? NG ഫീഡിങ് നേസോഗ്യാസ്ട്രിക് ഫീഡിങ് ട്യൂബ്സിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ എന്താണ് ഈ നോട്ടീസ് തരുന്നു. അതെന്താണ് തരുന്നത്? എബൌട്ട് എന്തിനെക്കുറിച്ചാണ്? വേ ഓഫ് ചെക്കിങ് ദാറ്റ് ആൻഡ് NG ട്യൂബ് ഹാസ് ബീൻ പ്ലേസ്ഡ് കറക്റ്റ്ലി. കറക്റ്റായിട്ട് NG ട്യൂബ് പ്ലേസ് ചെയ്യുന്നതിൻ്റെ വേ ഓഫ് ചെക്കിങ്, അതിനെക്കുറിച്ചൊരു ഇൻഫോർമേഷനാണോ തരുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ നോട്ടീസ് ഈസ് ഗിവിങ് ഇൻഫോർമേഷൻ എബൌട്ട് ഹൗ ദ യൂസ് ഓഫ് NG ഫീഡിങ് ട്യൂബ്സ് ഈസ് ഓതറൈസ്ഡ്. എങ്ങനെയാണ് ഈ NG ഫീഡിങ് ട്യൂബിൻ്റെ യൂസ് ഓതറൈസ് ചെയ്യുന്നത്. അടുത്ത നോട്ടീസ് ഈസ് ഗിവിങ് ഇൻഫോർമേഷൻ എബൌട്ട് വിച്ച് സ്റ്റാഫ് ഷുഡ് പെർഫോം NG ട്യൂബ് പ്ലേസ്മെൻറ്റ്. ഏത് സ്റ്റാഫാണ് ഈ NG ട്യൂബ് പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ മലയാളത്തിലേക്ക് അതിൻ്റെ അർത്ഥം, ഏത് എക്സ്ട്രാക്റ്റ് ആയിക്കോട്ടെ, നമ്മളങ്ങനെ മലയാളത്തിലേക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊണ്ടുവരിക. ഇനി നമ്മുടെ വായിച്ച് നോക്കാം. NG ഫീഡിങ് ട്യൂബ്സ് ആണ് നമ്മുടെ ടോപ്പിക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് നേസോഗ്യാസ്ട്രിക് ഫീഡിങ് ട്യൂബ്സ് ക്യാൻ ഹാവ് സീരിയസ് ഇംപ്ലിക്കേഷൻ ഇഫ് അൺഡിറ്റക്റ്റഡ്. എന്താണ് ഇഫ് അൺഡിറ്റക്റ്റഡ്? അതെന്താണ്? ഡിറ്റക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഈ നേസോഗ്യാസ്ട്രിക് ഫീഡിങ് ട്യൂബിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് പല സീരിയസ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ ഉണ്ടാകും ഇഫ് അൺഡിറ്റക്റ്റഡ്. ഇൻകറക്റ്റ്ലി പൊസിഷൻഡ് ട്യൂബ്, ഇൻകറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്ന ട്യൂബ്സ് ലീവ്സ് പേഷ്യൻസ് വൾണറബിൾ ടു ദ റിസ്ക് ഓഫ് റീഗർജിറ്റേഷൻ ആർ റെസ്പിറേറ്ററി ആസ്പിറേഷൻ. എന്താണ് ഇൻകറക്റ്റായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഈ ട്യൂബ് എന്താണ് കാരണമാകും? റീഗർജിറ്റേഷനോ അല്ലെ റെസ്പിറേറ്ററി ആസ്പിറേഷനോ ഒക്കെ കാരണമാകും പേഷ്യൻറ്റിന്. മനസ്സിലായോ? ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്യാസ്ട്രിക് ആൻഡ് റെസ്പിറേറ്ററി പ്ലേസ്മെൻറ്റ് ഓൺ ഇനിഷ്യൽ ഇൻസേർഷൻ ടു പ്രിവെൻറ്റ് പൊട്ടൻഷ്യലി ഫെറ്റൽ പൾമണറി കോംപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ, പൾമണറി കോംപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കാൻ ക്രൂഷ്യലാണ്, അത്യാവശ്യമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിക്കിലാണോ റെസ്പിറേറ്ററി പ്ലേസ്മെൻ്റ് ആണോ ഇതൊന്ന് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അത് ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ഇൻസേഷൻ ആൻഡ് കെയർ ഓഫ് ആൻ NG ട്യൂബ് ഷുഡ് therefore, അതുകൊണ്ട് എന്താണ് ഇൻസേഷൻ ആൻഡ് കെയർ ഓഫ് ആൻ NG ട്യൂബ് ഷുഡ് therefore അതുകൊണ്ട് only be carried out by a registered doctor or a nurse who has undergone theoretical and practical training. അപ്പം തിയറിറ്റിക്കലും പ്രാക്ടിക്കലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത നഴ്സിനോ അല്ലെങ്കിൽ ഡോക്ടറിനോ മാത്രമേ എന്താണ് ഈ ട്യൂബ് പ്ലേസ്മെൻറ്റ് ചെയ്യാവൂ. ആൻഡ് ഈസ് ഡീംഡ് കോമ്പിറ്റൻറ്റ് ഓർ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ സമൺ കോമ്പിറ്റൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് കറക്റ്റായിട്ടുള്ളൊരു ഇതറിയാവുന്ന ഒരാൾ വേണം ഇത് ട്യൂബ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അസിസ്റ്റൻറ്റ് പ്രാക്ടീഷണേഴ്സ് ആൻഡ് അതർ അൺരജിസ്റ്റേർഡ് നഴ്സ് മസ്റ്റ് നെവർ ഇൻസേർട്ട് ട്യൂബ്സ് ഓർ ബി ഇൻവോൾവ് ഇൻ ദ ഇനിഷ്യൽ
കൺഫർമേഷൻ ഓഫ് സേഫ് NG2 പൊസിഷൻ. അപ്പോൾ എന്താണ്, അസിസ്റ്റൻറ്റ് പ്രാക്ടീഷണേഴ്സും അല്ലെങ്കിൽ ആൻഡ് അതർ അൺരജിസ്റ്റേർഡ് സ്റ്റാഫ് മസ്റ്റ് നെവർ ഇൻസെർട്ട്, എന്ത് ചെയ്യുന്നത്, ഒരിക്കലും മസ്റ്റ് നെവർ ഇൻസെർട്ട് NG2 ഓർ ബി ഇൻവോൾവ് ഇൻ ദ ഇനിഷ്യൽ കൺഫർമേഷൻ ഓഫ് സേഫ് NG2 പൊസിഷൻ. അപ്പോൾ ആരാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തതിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്നുള്ള കാര്യമാണ് ആ ടോപ്പിക്കിൽ ഫുള്ള് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഇതിലേക്ക് വരാം. അപ്പം നമ്മളോട് എന്ത് ഇൻഫോർമേഷനാണ് ഈ നോട്ടീസ് തരുന്നത്, വേ ഓഫ് ചെക്കിങ് ദാറ്റ് ആൻഡ് NG2 ഹാസ് ബീൻ പ്ലേസ്ഡ്. അത് കറക്റ്റായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു വേ നമുക്കതിൽ പറഞ്ഞു തരുന്നുണ്ടോ, എങ്ങനെ ചെയ്യണം, NG2 ഏത് രീതിയിലാണ് ഇടേണ്ടത്, അല്ലെ എങ്ങനെയാണ് പ്ലേസ്, അങ്ങനെയുള്ള കാര്യമല്ലല്ലോ നമുക്ക് പറയുന്നത്. വേ ഓഫ് ചെക്കിങ് ദാറ്റ് അത് പറയുന്നില്ല, കറക്റ്റ്ലി പ്ലേസ് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. അടുത്ത എന്താണ്, ഹൗ ദ യൂസ് ഓഫ് NG ഫീഡിങ് ട്യൂബ് ഈസ് ഓതറൈസ്ഡ്. എങ്ങനെ ഈ NG ഫീഡിങ് ട്യൂബിൻ്റെ ട്യൂബ് ഓതറൈസ് ചെയ്യുന്നു. ഹൗ, എങ്ങനെ, ദ യൂസ് ഓഫ്, ഉപയോഗം, NG ഫീഡിങ് ട്യൂബ് ഈസ് ഓതറൈസ്ഡ്, അത് ഓതറൈസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും നമ്മളോട് പറയുന്നില്ല. എന്നതാണ് നമ്മളോട് പറയുന്നത്, വിച്ച് സ്റ്റാഫ് ഷുഡ് പെർഫോം NG ഫീഡിങ് ട്യൂബ്, അതല്ലേ നമ്മളോട് പറയുന്നത്, കറക്റ്റ് അല്ലേ. അതിൻ്റെ ഫെറ്റിൽ എന്താണ്, ഇൻസേഷൻ ഓഫ് കെയർ ടു ദെയർ ഫോർ, കണ്ടോ നമ്മുടെ വേർഡ് വന്ന് ദെയർ ഫോർ only be carried out by a registered doctor or nurse who has undergone theoretical and is deemed competent or supervised by someone competent. മനസ്സിലായോ. അപ്പം എവിടെയാണ് നമ്മുടെ ആൻസർ വന്ന് കിടക്കുന്നത്, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. ഇങ്ങനെ ലോജിക്കലി നമ്മൾ എന്ത് ചെയ്യണം, വായിച്ചതിൻ്റെ കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തുക. അതിനെന്താണ് ഏറ്റവും നല്ലത്, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിലേക്ക് അത് കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ വായിക്കുക. അല്ലാതെ നമുക്ക് ആ എക്സാം സമയത്ത് നമ്മൾ ആ ടെൻഷനും നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കായിട്ടൊക്കെ ഇരുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലും വായിച്ചാൽ കിട്ടാത്ത സമയമുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് എന്താണ് അവിടെ തന്നേക്കുന്നതെന്ന് നോക്കുക. മനസ്സിലായോ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പല ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ബി പാർട്ടും എ പാർട്ടും സി പാർട്ടും എല്ലാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ OET ക്രാക്ക് ചെയ്യാൻ പാടുള്ള ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.